ഹലോ, അപ്പോൾ നമ്മളെ ഇന്നത്തെ പാർട്ട് 2 ആണ് ക്രോഷ്യ ചപ്പലിൻ്റെ. അപ്പോൾ ഫസ്റ്റായിട്ട് നമ്മളൊരു സ്ലിപ്പ് നോട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ വേണ്ടത്. സ്ലിപ്പ് നോട്ട് ഇട്ടതിന് ശേഷം നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ യാണിനെ ആഡ് ചെയ്യാണ് കേട്ടോ വേണ്ടത്. ആ ഒരു സ്ലിപ്പ് നോട്ടിനെ നമ്മൾ ആഡ് ചെയ്യണം. നമ്മൾ ചെയ്ത് വെച്ചതിൻ്റെ ഒരു ചെയിനിൻ്റെ ഉള്ളിലൂടെ നമ്മൾ ഹുക്കിനെ കടത്തിയിട്ട് ഈ ഒരു സ്ലിപ്പ് നോട്ടിനെ വലിച്ചെടുത്തിട്ട് നെക്സ്റ്റ് 3 ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിനുശേഷം നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ സിംഗിൾ ക്രോഷ്യാണ് ചെയ്ത് കൊടുക്കേണ്ടത്. അതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് സിംഗിൾ ക്രോഷ്യ ചെയ്തു പോവുക. അങ്ങനെ അവസാനത്തെ സിംഗിൾ ക്രോഷ്യ ചെയ്തതിന് ശേഷം ലാസ്റ്റ് സ്റ്റിച്ചിൽ നിന്ന് ഫസ്റ്റ് സ്റ്റിച്ചിലേക്ക് ഒരു സ്ലിപ്പ് സ്റ്റിച്ചും കൂടെ ഇതേപോലെ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഒരു ചെയിൻ സ്റ്റിച്ച് ഇട്ടിട്ട് ആ യാണിനെ അവിടെ കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നല്ലോണം വലിച്ചു കൊടുക്കുക അവിടെ ടൈറ്റാക്കി നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ഒരു താഴ്ഭാഗം കംപ്ലീറ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി വേറെ ഒരു യാൺ എടുത്തിട്ട് അതിന് ഇതുപോലെ തന്നെ സ്ലിപ്പ് നോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഈ വീഡിയോയിൽ കാണുന്ന പോലെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം 13 ചെയിൻ സ്റ്റിച്ചാണ് കേട്ടോ ആ ഒരു യാണിൽ ചെയ്ത് കൊടുക്കേണ്ടത്. ചെയിൻ ചെയ്തതിന് ശേഷം മറ്റേ സൈഡിലെ സ്റ്റിച്ചിലേക്ക് ഒരു സ്ലിപ്പ് സ്റ്റിച്ചും കൂടെ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ഫ്രണ്ട് പോർഷനിലുള്ള ഒരു ഭാഗമായിട്ടുണ്ട്. ഇനി ആ ഫ്രണ്ട് പോർഷനിൽ നമുക്ക് കുറച്ചുകൂടെ കട്ടിക്ക് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് 3 ചെയിനും കൂടെ ആഡ് ചെയ്തിട്ട് ഒരു 3 ചെയിൻ താഴെയുള്ള ഭാഗത്തുനിന്ന് എന്ത് ചെയ്യുക അവോയ്ഡ് ചെയ്തിട്ട് 4ാമത്തെ ചെയിനിലേക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ. അതിനുശേഷം നമ്മൾ ഫസ്റ്റ് ഈ മേലെ ചെയ്ത് വെച്ച ഈ ഒരു ചെയിൻ സ്റ്റിച്ചുകൾ ഉണ്ടല്ലോ അത് 13 ഉണ്ട്. സോ 13 ട്രിപ്പിൾ ക്രോഷ്യ ഇങ്ങനെ ചെയ്തിട്ട് പോവുക കേട്ടോ. അങ്ങനെ 13 ട്രിപ്പിൾ ക്രോഷ്യ ചെയ്തതിന് ശേഷം ലാസ്റ്റ് സ്റ്റിച്ച് ആകുമ്പോൾ അവിടെ ഒരു സ്ലിപ്പ് സ്റ്റിച്ചും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ആ ഒരു ഭാഗം കുറച്ചും കൂടെ കട്ടി നമുക്ക് ആവശ്യമായതുകൊണ്ട് തന്നെ നമ്മൾ ഒന്നും കൂടെ ചെയ്യാണ്. 2 ചെയിൻ സ്റ്റിച്ചും കൂടെ ഇട്ടിട്ട് നമ്മൾ 2 ചെയിന് അവോയ്ഡ് ചെയ്തതിന് ശേഷം 3ാമത്തെ ചെയിനിലേക്ക് ജസ്റ്റ് ഒരു സ്ലിപ്പ് സ്റ്റിച്ചും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഡബിൾ ക്രോഷ്യാണ് കേട്ടോ ചെയ്ത് കൊടുക്കുന്നത്. പറയുന്ന മനസ്സിലാവുന്നുണ്ടാവില്ല ചിലപ്പോൾ, പക്ഷേ ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ ക്ലാരിറ്റി കിട്ടും. ഈ വീഡിയോ കണ്ടാണ്ട് അതേപോലെ ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. അതിനുശേഷം നമ്മൾ 13 ഡബിൾ ക്രോഷ്യ തന്നെയാണ് കേട്ടോ ചെയ്ത് കൊടുക്കുന്നത്. ഈ ഫസ്റ്റ് ചെയ്ത് ട്രിപ്പിൾ ക്രോഷ്യ ചെയ്ത ഈ ഒരു ഭാഗത്തിൻ്റെ അവസാനത്ത് ഒരു ചെയിൻ സ്റ്റിച്ച് പോലെ ഉണ്ടാവും. അതൊക്കെയാണ് കേട്ടോ നമ്മൾ ട്രിപ്പിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ 13 ട്രിപ്പിൾ ക്രോഷ്യ ചെയ്തതിന് ശേഷം സ്ലിപ്പ് സ്റ്റിച്ചും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ഫ്രണ്ട് പോർഷന് കംപ്ലീറ്റ് റെഡി ആയിട്ടുണ്ട്. പിന്നെ അവിടുത്തെ
ഈ യാൺസും ഇതൊക്കെ കട്ട് ചെയ്യാനുള്ളതൊക്കെ ചെയ്താൽ മതി. പിന്നെ ഒരു ചെയിൻ സ്റ്റിച്ച് ഇട്ടിട്ട് യാൺ കട്ട് ചെയ്തിട്ട് നല്ലോണം വലിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ ടൈറ്റായി നിൽക്കും കേട്ടോ. ഇങ്ങനെ തന്നെ നമുക്കൊരു ചെരുപ്പായിട്ട് യൂസ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ബാക്ക് പോർഷനും കൂടെ ചെയ്യാണ്ട് അതിന് വേണ്ടിയിട്ട് ഒരു യാൺ എടുത്തിട്ട് സ്ലിപ്പ് നോട്ട് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ തന്നെ യാണിനെ അറ്റാച്ച് ചെയ്തിട്ട് അവിടെയും നമ്മൾ ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. 3 ചെയിൻ സ്റ്റിച്ചാണ് കേട്ടോ ഇവിടെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. അതിന് ശേഷം നമ്മൾ ഈ കാണുന്ന സിംഗിൾ ക്രോഷമ്മലൊക്കെയാണ് ട്രിപ്പിൾ ക്രോഷ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. 13 ട്രിപ്പിൾ ക്രോഷാണ് കേട്ടോ വേണ്ടത്. അങ്ങനെ 13 ട്രിപ്പിൾ ക്രോഷ ചെയ്തതിന് ശേഷം ഒരു എൻഡിങ് കിട്ടാൻ വേണ്ടിയിട്ട് 3 ചെയിൻ സ്റ്റിച്ചും കൂടെ ചെയ്തിട്ട് പിന്നെ ഒരു സ്ലിപ്പ് നോട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. അല്ല, സ്ലിപ്പ് സ്റ്റിച്ച്, സോറി. അപ്പോൾ സ്ലിപ്പ് സ്റ്റിച്ചും കൂടെ ചെയ്തിട്ട് നമ്മൾ അവിടെ ഒരു ചെയിൻ സ്റ്റിച്ച് ഇട്ടിട്ട് യാണിനെ കട്ട് ചെയ്ത് മാറ്റുകയാണ്, എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ. എന്നിട്ട് നല്ലോണം ആ യാണിനെ കട്ട് ചെയ്തിട്ട് വലിച്ചു കൊടുക്കുക കേട്ടോ. എന്നാലാണ് നല്ല ടൈറ്റായിട്ട് നിൽക്കുള്ളൂ, ഒരു കെട്ടായിട്ട് വീഴുള്ളൂ അവിടെ കേട്ടോ. എന്നിട്ട് വീണ്ടും നമ്മൾ ഒരു യാൺ എടുത്തിട്ട് സ്ലിപ്പ് നോട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. ഇത് കുറച്ചും കൂടെ ഹൈറ്റ് വേണം ഈ ബാക്കത്തെ പോർഷന്. അതിന് വേണ്ടിയിട്ട് കുറച്ചും കൂടെ ഹൈറ്റ് കൊടുക്കാൻ നമ്മൾ ആ സ്ലിപ്പ് നോട്ടിനെ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഈ ഒരു പോർഷനിൽ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ 3 ചെയിൻ സ്റ്റിച്ചാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അതിന് ശേഷം നമ്മൾ വീണ്ടും ട്രിപ്പിൾ ക്രോഷ ചെയ്ത് കൊടുക്കുകയാണ്. 13 ട്രിപ്പിൾ ക്രോഷ തന്നെയാണ് ഇവിടെയും ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. പതിമൂന്ന് ട്രിപ്പിൾ ക്രോഷയ്ക്ക് ശേഷം നമ്മൾ ഒരു 12 ചെയിൻ സ്റ്റിച്ചും കൂടെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫ്രണ്ടിൽ കൂടി നിൽക്കാൻ വേണ്ടിയിട്ടുള്ള, അതായത് നമ്മൾ ബട്ടൺസ് വെച്ചിട്ട് അതുമ്മക്ക് ഇങ്ങനെ എന്താ പറയുക കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പോർഷനാണ്. അതിനുശേഷം ആ ഒരു ചെയിനിലേക്ക് ഡബിൾ ക്രോഷ 12 കൂടെ ചെയ്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെ 12 ഡബിൾ ക്രോഷയും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പോർഷന് അവിടെ റെഡി ആവും. അങ്ങനെ 12 ഡബിൾ ക്രോഷ ചെയ്തിട്ടുണ്ട്. ഇനി സ്ലിപ്പ് നോട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഈ ഒരു പോർഷനിൽ സ്ലിപ്പ് നോട്ടും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു വർക്ക് തന്നെ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും. എന്നിട്ട് ഒരു ചെയിൻ ഇട്ടിട്ട് ആ യാണിനെ നമ്മൾക്ക് കട്ട് ചെയ്തിട്ട് നല്ലോണം വലിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഒരു ക്യൂട്ടായിട്ടുള്ള ഫ്ലവറും അതേപോലെ തന്നെ ഒരു ബട്ടൺസും വെച്ചിട്ട് ബാക്കിയുള്ള യാൺസിനൊക്കെ കട്ട് ചെയ്ത് റെഡിയാക്കിയാൽ ഫൈനൽ ലുക്ക് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഫൈനൽ ലുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടോ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടില്ലേ എന്നൊക്കെ ഉള്ളത് കമൻറ്റ് ചെയ്യാനും മറക്കണ്ട.